ശ്രീധർ വെമ്പു തമിഴ്നാട്ടുകാരനാണ്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹം ഒരു കമ്പനിയുടെ സെയിൽസ്മാൻ ആയിരുന്നു. എന്നാൽ തൻ്റെ പ്രയത്നം കൊണ്ട്, കഴിവുകൊണ്ട് പിന്നീട് അതേ കമ്പനിയുടെ CEO ആയി അദ്ദേഹം മാറി. ഇന്ന് 50,000 കോടി രൂപ ആസ്തിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നരിൽ 51ാം സ്ഥാനത്താണ് അദ്ദേഹം. പലരും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ലോണൊക്കെ എടുത്തിട്ടായിരിക്കും തുടങ്ങുന്നത്, അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റേഴ്സ് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കണം. എന്നാൽ ഇതൊന്നും ഇല്ലാതെയാണ് ലോകത്തെ ടെക് ഭീമന്മാരായ ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്നിവരോട് മത്സരിക്കാൻ പാകത്തിന് ഒരു ഇന്ത്യക്കാരൻ സോഹോ കോർപ്പറേഷൻ എന്ന കമ്പനിയെ വളർത്തിയെടുത്തത്. ആശയം ലഘുവായിരുന്നു. ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും പണം അധികം ചിലവഴിക്കാതെ, സമയം നഷ്ടപ്പെടാതെ പ്രൊഡക്ടിവിറ്റി കൂട്ടി ലാഭം കൂട്ടാനുള്ള വഴിയാണ് അദ്ദേഹം മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ എന്താണ് ശ്രീധർ വെമ്പുവിൻ്റെ കഥ? അദ്ദേഹം എങ്ങനെയാണ് വിജയിച്ചത്? അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രൊഡക്റ്റും നമുക്ക് പണം ഉണ്ടാക്കാനും ബിസിനസ് ചെയ്യാനും എങ്ങനെ ഉപയോഗിക്കാം? ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് അറിയുന്നത്, പഠിക്കുന്നത്. ബിസിനസ് ചെയ്യാനും പണം ഉണ്ടാക്കാനും ആഗ്രഹിക്കുന്നവരെല്ലാവരും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട അറിവുകളാണ്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കൂടാതെ ഈ വീഡിയോ 1-2 ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം അത് ഉപകാരപ്പെടുന്നതാണ്. നമുക്കെന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. 1968 തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ശ്രീധറിൻ്റെ ജനനം. കർഷക കുടുംബത്തിലായിരുന്നു ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ അച്ഛന് പിന്നീട് ഹൈക്കോടതിയിലെ സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി കിട്ടി. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെടുന്നുണ്ട്. ആ ജോലി കിട്ടിയതുകൊണ്ട് തന്നെ കുടുംബം പിന്നീട് തഞ്ചാവൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് താമസം മാറുന്നുണ്ട്. പഠനത്തിൽ ചെറുപ്പത്തിൽ തന്നെ മിടുക്കനായിരുന്നു ശ്രീധർ. അതുകൊണ്ട് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ മദ്രാസ് IIT-യിൽ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. അവിടെയുള്ള പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയതിനാൽ പിന്നീട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് കൂടി PhD ചെയ്യാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് വന്നു ചേരുന്നത്. അങ്ങനെ പഠനശേഷം 1994 അദ്ദേഹത്തിന് മികച്ച ഒരു ജോലി ലഭിക്കുന്നുണ്ട്. അമേരിക്കയിലെ സാൻഡിയാഗോയിലെ ക്വാൽകോം എന്ന കമ്പനിയിൽ വയർലെസ് എഞ്ചിനീയറായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും പറയുന്നത് പോലെയല്ല. ജീവിതത്തിൽ വിജയിച്ച ബഹുഭൂരിപക്ഷം ആളുകളുടെ കാര്യം നോക്കിയാലും പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പഠിച്ചവർ തന്നെയായിരുന്നു. അതുപോലെ ശ്രീധർ വെമ്പുവിൻ്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ വലിയ താല്പര്യമില്ലായിരുന്നു. സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ആ സമയത്ത് തന്നെ ചെന്നൈയിൽ ശ്രീധറിൻ്റെ 2 സഹോദരന്മാർ കുമാർ വെമ്പുവും ശേഖർ വെമ്പുവും ഒരു കമ്പനി തുടങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ടോണി തോമസ് എന്ന മറ്റൊരു ഇന്ത്യക്കാരൻ ജാവ ഉപയോഗിച്ചുകൊണ്ട്, ജാവ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് നമുക്കറിയാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ലാംഗ്വേജ് ആണ്, അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇമെയിൽ സെർവർ സോഫ്റ്റ്വെയറിൻ്റെ പണിപ്പുരയിലായിരുന്നു. വളരെയധികം ദിശാബോധവും അതിലുപരി കഴിവുമുള്ള വ്യക്തിയായിരുന്നു ടോണി തോമസ്. അമേരിക്കയിൽ വെച്ച് തന്നെ ശ്രീധർ വെമ്പു ഇതേ ടോണി തോമസിനെ പരിചയപ്പെടുന്നുണ്ട്. അതാണ് ശ്രീധറിൻ്റെ ജീവിതത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവുണ്ടാക്കുന്നതും ഒരു കമ്പനി എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് ഈ ഒരു കണ്ടുമുട്ടൽ തന്നെയായിരുന്നു. ഇനി സോഹോ എന്താണ് എന്ന് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ അറിവുകൾ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. അത്രയും വിദഗ്ധമായിട്ടാണ് മാർക്കറ്റിലെ അവസരം സോഹോ പ്രയോജനപ്പെടുത്തിയത്. സോഹോ കോർപ്പറേഷൻ ഒരു മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും പിന്നെ ഇൻ്റർനെറ്റിലൂടെ ബിസിനസ് ചെയ്യുന്നതിനാവശ്യമായ വ്യത്യസ്തമായ ടൂൾസ് നിർമ്മാണവുമാണ് സോഹോ ലഭ്യമാക്കുന്നത്. ഇന്ന് ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ലോകോത്തര ടെക് കമ്പനിയാണ് സോഹോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഹോ വർക്ക് പ്ലേസ് എന്ന സംവിധാനത്തിലൂടെ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ മേഖലകൾ തമ്മിലുള്ള കോർഡിനേഷൻ, സഹകരണം, ആശയവിനിമയം എന്നിവ അനായാസമാക്കി മാറ്റുന്നുണ്ട്. അതായത് സോഹോ ഉപയോഗിച്ചാൽ എത്ര വലുതോ ചെറുതോ ആയ ബിസിനസ് ആണെങ്കിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെല്ലാം അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതിനി ഇമെയിൽ അയക്കുന്ന കാര്യത്തിലാണെങ്കിലും, സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ എന്നിവ തയ്യാറാക്കുന്ന കാര്യത്തിലാണെങ്കിലും, മീറ്റിങ്ങുകൾക്കായാലും ഒരു ബിസിനസ് ആവശ്യത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒന്നിച്ച് ലഭിക്കുന്നതാണ്. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മെയിൽ അയക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഓൾറെഡി Gmail പോലുള്ള മറ്റ് സംവിധാനങ്ങളായിരിക്കും ഉപയോഗിക്കുക. പിന്നെ ടീം മീറ്റിംഗ്, അതുപോലെ ടെക്സ്റ്റിംഗ്, ഇതിനൊക്കെ വാട്സപ്പ്, സൂം പോലുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും ഉപയോഗിക്കുക. ഇനി ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കാനാണെങ്കിൽ വേർഡാണ് ഉപയോഗിക്കുക. ഓഫീസിലെ പ്രസൻറ്റേഷന് വേണ്ടി പവർ പോയിൻ്റ് ഉപയോഗിക്കും. ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ ഗൂഗിൾ ഡ്രൈവ് പോലുള്ള പലതരം ആപ്ലിക്കേഷനുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പലതരം സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പല ആപ്ലിക്കേഷനുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. പല ആപ്ലിക്കേഷൻ ആവുമ്പോൾ നമുക്കറിയാം, ഒരു ബിസിനസ് ആവുമ്പോൾ ലെജിറ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷനുകൾക്കെല്ലാം ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇതേ കാരണം കൊണ്ട് തന്നെ സമയത്തിനൊപ്പം പണവും വലിയ രീതിയിൽ പോകുന്നതാണ്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് കരുതുക. നമുക്ക് പലതരം മെയിലുകളും വരുന്നതാണ്. ഇതിൽ പലപ്പോഴും പ്രൊമോഷണൽ മെയിലുകളായിരിക്കും, മിക്കതും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. അതിൽ നിന്ന് ജോലി സംബന്ധമായ മെയിലുകൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം കൂടെ ശ്രദ്ധാപൂർവം
നമ്മൾ ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് ഒരു ക്ലയൻറ്റിൻ്റെ ഫയൽ നമുക്ക് വേണം. അതെവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഗൂഗിൾ ഡ്രൈവിലായിരിക്കാം, അല്ലെങ്കിൽ ഇമെയിലായിരിക്കാം, അതും അല്ലെങ്കിൽ സ്വന്തം ലാപ്ടോപ്പിലായിരിക്കാം. ഇങ്ങനെ തിരഞ്ഞ് ഒരുപാട് സമയം നമുക്ക് പോകുന്നതാണ്. നമുക്ക് പലപ്പോഴും തോന്നും നമ്മൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിരിക്കും സമയം പലപ്പോഴും കൂടുതലായിട്ട് നഷ്ടപ്പെടുത്തുന്നത്. ഈ എഫിഷ്യൻസി ഇല്ലായ്മയാണ് സോഹോ പരിഹരിക്കാൻ ശ്രമിച്ചത്. നോക്കൂ, സോഹോ മെയിൽ ഉപയോഗിച്ച് നമ്മുടെ കമ്പനിയുടെ പേരിന് ചേരുന്ന രീതിയിൽ ഇമെയിൽ ID ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റാഫിനെല്ലാം കമ്പനിയുടെ ഡൊമൈനുമായി ചേരുന്ന മറ്റ് ഇമെയിലുകൾ നിർമ്മിക്കാം. ഇവിടെ ക്ലയൻറ്റ് അയക്കുന്ന ബ്രീഫ് ഒരു ടീം മാനേജർ അത് കാണേണ്ട മെമ്പേഴ്സിനെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ടീം മീറ്റിങ്ങിനും മറ്റ് പല കാര്യങ്ങൾക്കും മെസ്സേജ് വഴിയോ വോയിസ് മെസ്സേജ് വഴിയോ ഒക്കെ നമ്മൾ ആശയം കൈമാറാറുണ്ട്. സോഹോ ക്ലിക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ഇതെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഒരു കമ്പനി സോഹോ വർക്ക് പ്ലേസിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ മറ്റ് പൊടിക്കൈകൾ അന്വേഷിക്കേണ്ട കാര്യമല്ല. ഇവിടെ ഇൻബോക്സ് ക്ലീൻ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഫയൽസ് എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കും. ടീം ചാറ്റുകൾ, ഫയലുകൾ, ഡോക്യുമെൻറ്റുകൾ, അങ്ങനെ വർക്കിന് വേണ്ട എല്ലാ കാര്യങ്ങളും 10-12 ആപ്ലിക്കേഷനുകൾ മാറി ഓപ്പൺ ചെയ്യാതെ ഒരു സ്ഥലത്ത് തന്നെ ലഭ്യമാവുന്നതാണ്. നമ്മളൊരു ചെറുതോ വലുതോ ആയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ മേൽപ്പറഞ്ഞ വിവരങ്ങൾ എത്ര ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മുഴുവൻ ഫീച്ചറുകളും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡെമോ വീഡിയോ കണ്ട് മനസ്സിലാക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സോഹോയുടെ ഒരു ഫ്രീ ട്രയലും ലഭ്യമാണ്. അതുകൂടെ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്ക് പണവും സമയവും ലാഭിച്ച് അവരുടെ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി ലാഭം വർദ്ധിപ്പിക്കാനുള്ള ഒരു ബ്രില്യൻ സൊല്യൂഷൻ്റെ കുറവ് മാർക്കറ്റിലുണ്ടായിരുന്നു, ഒരു ഹോൾ മാർക്കറ്റിലുണ്ടായിരുന്നു. അത് ഫിൽ ചെയ്യാനാണ് സോഹോയുടെ ശ്രീധർ വെമ്പു ശ്രമിച്ചത്. അതാണ് വലിയ വിജയമായിട്ട് മാറിയതും. കാര്യം എന്താണെങ്കിലും സോഹോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ സോഹോയുടെ തുടക്കകാലത്തിലേക്ക് വന്നാൽ ടോണി തോമസ് എന്ന വ്യക്തി ന്യൂ ജേഴ്സിയിൽ തൻ്റെ ഇമെയിൽ സെർവർ സോഫ്റ്റ്വെയർ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തുന്ന സമയമാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ സമയത്താണ് ശ്രീധറുമായിട്ട് കണ്ടുമുട്ടുന്നതും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ടോണി തോമസും ശ്രീധറും IIT മദ്രാസിൽ തന്നെ പഠിച്ച ആളുകളായിരുന്നു. എന്നാൽ ടോണി ശ്രീധറിനേക്കാൾ 3 വർഷം സീനിയർ ആയിരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും ഒരിക്കലും അതിന് മുന്നേ പരിചയപ്പെട്ടിരുന്നില്ല, കോളേജിൽ നിന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കോമൺ ഫ്രണ്ട് വഴിയാണ് ഇരുവരും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ടോണിയുടെ സോഫ്റ്റ്വെയർ നിർമ്മാണത്തെക്കുറിച്ച് അറിഞ്ഞ ശ്രീധർ ഇന്ത്യയിൽ സ്വന്തമായി കമ്പനി തുടങ്ങണമെന്ന ആഗ്രഹവുമായിട്ടിരിക്കുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1996 അഡ്വൻറ്റ് നെറ്റ് എന്ന പേരിൽ ശ്രീധറിൻ്റെ സഹോദരന്മാരും ടോണിയും ചേർന്ന് ഒരു കമ്പനി ആരംഭിച്ചു. ആദ്യമൊന്നും ശ്രീധർ ഈ കമ്പനിയുടെ ഭാഗമായിരുന്നില്ല. സ്വന്തമായിട്ട് ഹാർഡ്വെയർ നിർമ്മാണം എന്ന സ്വപ്നമായിരുന്നു ശ്രീധറിന് ഉണ്ടായിരുന്നത്. സോഫ്റ്റ്വെയർ രംഗത്തേക്ക് കടക്കാൻ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഇതേ കാരണം കൊണ്ട് തന്നെ ക്വാൾകോം എന്ന കമ്പനിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം സംരംഭകരുടെ സ്വപ്നഭൂമിയായ സിലിക്കൺ വാലിയിലേക്ക് മാറുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് പേരുകെട്ട അമേരിക്കയിലൊരു പ്രദേശമാണ് സിലിക്കൺ വാലി. ഗൂഗിൾ ഉൾപ്പെടെയുള്ള പല വമ്പന്മാരും അവിടെ നിന്നാണ് തുടങ്ങിയത്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. സിലിക്കൺ വാലിയിൽ പോകുന്ന എല്ലാവരും രക്ഷപ്പെടണമെന്നില്ലല്ലോ. ഹാർഡ്വെയർ നിർമ്മാണ രംഗത്ത് ശ്രീധറിന് വിജയം കാണാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇനി എന്ത് ചെയ്യും? ജീവിക്കണമല്ലോ. പല കമ്പനികൾക്കും കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ പ്രോഗ്രാമിംഗ് ജോലികൾ ചെയ്ത് ജീവിക്കാനുള്ള പണം അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ATM സ്വിച്ച് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ബഗ്ഗുകൾ, അതായത് തെറ്റുകൾ കണ്ടെത്താനും പരിഹരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് വന്നു ചേരുകയാണ്. ആ സമയത്ത് ആ കമ്പനിയെ സിസ്കോ എന്ന കമ്പനി ഏറ്റെടുത്തിരുന്നു. സിസ്കോ നെറ്റ്വർക്കിംഗ് രംഗത്തെ ഒരു പ്രമുഖ കമ്പനിയാണ്. ഇത്തരത്തിൽ വലിയൊരു കമ്പനിയുടെ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിൽ ഒരു കൈ നോക്കാനുള്ള അവസരം ലഭിച്ചതോടെ സോഫ്റ്റ്വെയർ രംഗമാവും തനിക്ക് യോജിച്ചത് എന്ന് അദ്ദേഹം ഒന്ന് ചിന്തിച്ചു. കാരണം ഹാർഡ്വെയർ നിർമ്മാണം പോലെ കൂടുതൽ മുതൽ മുടക്കുള്ള ഒരു കാര്യമല്ല സോഫ്റ്റ്വെയർ രംഗം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രീധർ തൻ്റെ കോൺട്രാക്ട് പ്രോഗ്രാമിംഗ് ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ടോണി തോമസ് സിലിക്കൺ വാലിയിലേക്ക് ശ്രീധറിനെ കാണാനെത്തി. ടോണി തോമസ് ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ വിൽക്കണമല്ലോ. അത് വിൽക്കാൻ തന്നെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നറിയുകയായിരുന്നു ഈ വരവിൻ്റെ ലക്ഷ്യം. കാരണം കമ്പനിക്ക് വലിയ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ പോലെ സ്റ്റാർട്ടപ്പുകൾക്ക് ലോൺ കിട്ടുന്ന സാഹചര്യമോ ഇല്ലായിരുന്നു. നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും വിൽക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഒരു സെയിൽസ് പേഴ്സണെ ജോലിക്ക് വെക്കാൻ അവർക്ക് കഴിവില്ലായിരുന്നു. സൗജന്യമായിട്ട് ആരും ഇത് ചെയ്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ ടോണിയെ സഹായിക്കാൻ ശ്രീധർ തന്നെ ഈ നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സെയിൽസ്മാൻ ആവാൻ തയ്യാറാവുകയാണ്. അങ്ങനെ 1997 താൻ തന്നെ ഭാവിയിൽ CEO ആവാൻ പോകുന്ന കമ്പനിയുടെ സെയിൽസ്മാനായിട്ടായിരുന്നു ശ്രീധറിൻ്റെ തുടക്കം. സുഹൃത്തിനെ സഹായിക്കാൻ ഈ ജോലി ഏറ്റെടുത്തുവെങ്കിലും സെയിൽസിനെ കുറിച്ച് ശ്രീധറിന് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. ടോണിക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാം.
പക്ഷേ ആ സമയത്ത് തന്നെ ലാസ് വേഗസിൽ ഒരു ട്രേഡ് ഷോയിൽ ഈ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ ഒരു ബൂത്ത് ടോണി വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ആ ബൂത്തിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ശ്രീധർ അന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. ശ്രീധറിൻ്റെ മേഖല സെയിൽസ് അല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സെയിൽസ്മാൻ എന്നതിലുപരി ഒരു സെയിൽസ് എഞ്ചിനീയർ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ ടെക്നിക്കൽ വശങ്ങളായിരുന്നു അന്ന് അദ്ദേഹം കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തത്. അത്ഭുതമെന്നോണം ആ ട്രേഡ് ഷോയിൽ ഈ സോഫ്റ്റ്വെയർ വാങ്ങാൻ കുറച്ച് പേരെങ്കിലും തയ്യാറായി. ശ്രീധർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണം കൂടെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ആ സമയത്ത് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ താരതമ്യേന ആ വർഷം തന്നെ അവരുടെ പ്രൊഡക്റ്റിൽ നിന്ന് അവർക്ക് $350,000 വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും ആ പണം അവർ ശമ്പളമായിട്ട് വീതിച്ചെടുക്കാൻ ഒന്നും തയ്യാറായില്ല. അവർ ആ പണമെല്ലാം തങ്ങളുടെ അടുത്ത പ്രൊഡക്റ്റായ WebNMSൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബിസിനസ് ചെയ്ത് കുറച്ച് പണം വരുന്ന സമയത്ത് തന്നെ ബിസിനസ്സിലേക്ക് ആ പണം കൊടുക്കാതെ, ബിസിനസ്സിനെ വളർത്താൻ നോക്കാതെ ആഡംബരത്തിൻ്റെ പുറകെ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അവർക്ക് കിട്ടിയ ലാഭമൊന്നും വീതിച്ചെടുക്കാൻ തയ്യാറാവാതെ കമ്പനി വളർത്താനാണ് അവർ ആ പണം കൊണ്ട് ശ്രമിക്കുന്നത്. എന്തായാലും ആ സമയത്തും അവരുടെ സോഫ്റ്റ്വെയർസ് വിൽക്കാൻ വേണ്ട സെയിൽസ് പേഴ്സൺസ് ഒന്നും തന്നെ കമ്പനിയിൽ ഇല്ലായിരുന്നു. അതുപോലെ ശ്രീധറിൻ്റെ വരവോടെയാണ് ഈ കമ്പനി നല്ല രീതിയിൽ വളരുന്നത് എന്ന് മനസ്സിലാക്കിയ ടോണി നിരന്തരം അദ്ദേഹത്തെ CEO പോസ്റ്റ് ഏറ്റെടുക്കാൻ നിർബന്ധിക്കുമായിരുന്നു. എന്നാൽ ആദ്യ സമയത്ത് അതിന് തയ്യാറാവാതെ കമ്പനിയുടെ സെയിൽസ്മാൻ എന്ന നിലയിലുള്ള പൊസിഷൻ തന്നെയായിരുന്നു ശ്രീധർ കൈകാര്യം ചെയ്തത്. കമ്പനിയുടെ CEO തന്നെ സെയിൽസ്മാനായിട്ട് ക്ലയൻസിനോട് സംസാരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ആ കമ്പനി എങ്ങനെയാണ് മറ്റുള്ളവർ വീക്ഷിക്കുക? അതുകൊണ്ട് തന്നെ 1999 കമ്പനി ഒരു സെയിൽസ് സ്റ്റാഫിനെ ആദ്യമായിട്ട് നിയമിക്കുന്നത് പോലും. അപ്പോഴേക്കും 2000 കമ്പനിയുടെ വരുമാനം $10 മില്യൺ കവിഞ്ഞിരുന്നു. ഇതുകൂടി ആയപ്പോൾ ടോണിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ വർഷം തന്നെ ശ്രീധർ അഡ്വൻറ്റ് നെറ്റിൻ്റെ CEO ആയിട്ട് ചുമതലയേറ്റു. 1990കളിൽ, പ്രത്യേകിച്ച് 1995കളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ വലിയ രീതിയിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ഉയർന്നു വരുന്ന സമയമായിരുന്നു. അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വന്നതും കാണാം. പല കഥകളിലും വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യത്തെയാണ് .com ബബിൾ എന്ന് നമ്മൾ പലപ്പോഴും വിളിക്കാറുള്ളതും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ഉയർന്നു വരാൻ തുടങ്ങിയതോടെയാണ് ശ്രീധറിൻ്റെയും ടോണിയുടെയും അഡ്വൻറ്റ് നെറ്റ് എന്ന കമ്പനിയും വലിയ രീതിയിൽ വളരാൻ തുടങ്ങിയത്. കാരണം അഡ്വൻറ്റ് നെറ്റ് ഇത്തരം കമ്പനികൾക്ക് WebNMS എന്ന നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയറുകൾ വിറ്റുകൊണ്ടിരുന്ന കമ്പനിയായിരുന്നു. വലിയ കമ്പനികൾ വളരുന്നു, അവർക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഈ ചെറിയ കമ്പനിയും അതിൻ്റെ കൂടെ വളരാൻ ആരംഭിച്ചു. എന്നാൽ നമുക്കറിയുന്നത് പോലെ 2000-2001 .com ബൂം അവസാനിച്ചു. .com ബബിൾ പൊട്ടി എന്ന് പറയാം. കാരണം ഇങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയ പല സ്റ്റാർട്ടപ്പുകളും പരാജയമായിട്ട് മാറി. അതോടുകൂടി ആ മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുത്തനെ കുറഞ്ഞു. ഇത് അവരുടെ അഡ്വൻറ്റ് നെറ്റ് എന്ന കമ്പനിയെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം അവരാണല്ലോ മറ്റ് കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയ കമ്പനികൾ തകരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന ചെറിയ കമ്പനികൾക്കും അത് തിരിച്ചടിയായിട്ട് മാറുന്നതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ പതറാൻ ശ്രീധർ തയ്യാറാവുന്നില്ല. ടെലികോം സോഫ്റ്റ്വെയറിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് കമ്പനിയുടെ ആദ്യ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ സംഭവം വരാൻ പോകുന്നതിൻ്റെ ആദ്യ സമയത്ത് തന്നെ ഇവർ തിരിച്ചറിയാണ്. അതുകൊണ്ട് തന്നെ മുന്നത്തെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമെല്ലാം അവർ റീഇൻവെസ്റ്റ് ചെയ്ത് 2002 മാനേജ് എഞ്ചിൻ എന്ന പുതിയ ആശയം അവതരിപ്പിച്ചു. മാനേജ് എഞ്ചിൻ എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിന് വേണ്ട എല്ലാ IT സർവീസുകളുടെയും ഒരു സെറ്റാണെന്ന് നമുക്ക് പറയാം. അതായത് ഒരു ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റൽ ആവാം, ഒരു ഗവൺമെൻറ് ഓഫീസ് ആവാം, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ആവാം. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ റിസപ്ഷനിൽ എൻ്റർ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് കാണാൻ പറ്റണം. മരുന്നുകളും ഡീറ്റെയിൽസും എല്ലാം ഡോക്ടർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് ഹോസ്പിറ്റലിലെ തന്നെ ഫാർമസിക്ക് ലഭിക്കേണ്ടതുമാണ്. ഇങ്ങനെയൊരു സ്ഥാപനത്തിന് ആവശ്യമായ IT ഓപ്പറേഷൻസും സർവീസും എല്ലാം മാനേജ് ചെയ്യുന്നതിനുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ടൂൾസ് ആണ് മാനേജ് എഞ്ചിൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇതേ ഉദാഹരണം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പേഷ്യൻസിൻ്റെ ഡാറ്റ ഉൾപ്പെടെ സ്റ്റോർ ചെയ്യുന്നതിന് സെർവർ അടക്കമുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആവശ്യമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ എന്തെങ്കിലും കാര്യം വന്നാൽ ശരിയാക്കാൻ വേണ്ടി IT സ്റ്റാഫുകൾ വേണം. സെർവറിലുള്ള ഡാറ്റ സമയാസമയത്ത് ബാക്കപ്പ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ചെലവുമെല്ലാം ഈ സംവിധാനത്തിന് ആവശ്യമാണ് എന്ന് പതിയെ ബിസിനസ്സുകളും സ്ഥാപനങ്ങളുമെല്ലാം തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. ഇതൊരു പോരായ്മയായതുകൊണ്ട് തന്നെ ചെറിയ സംരംഭങ്ങൾ ഇത്തരത്തിൽ ചിലവേറിയ സംവിധാനങ്ങൾക്ക് പകരം ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. സെയിൽസ് ഫോഴ്സ് എന്നൊരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകുന്ന കമ്പനി 1999 മുതൽ തന്നെ നിലവിലുണ്ട് താനും. 2006 നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ അവരുടെ ഗൂഗിൾ വർക്ക് സ്പേസ് എന്ന പ്രൊഡക്റ്റും ആമസോൺ അവരുടെ സ്വന്തം വർക്ക് സ്പേസ് എന്ന പ്രൊഡക്റ്റും ഡെവലപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാധ്യത മുന്നിൽ കണ്ട് ശ്രീധർ ചെയ്യുന്നത് ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള SaaS, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന മോഡലിൽ പ്രവർത്തിക്കുന്ന
zoho.com ആരംഭിക്കുകയാണ്. നമ്മളിവിടെ നോക്കിയാൽ അവരുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റിൽ നിന്നുള്ള വരുമാനം അവർ അടുത്ത പ്രൊഡക്റ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതും കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ട് തന്നെ. ആദ്യം ഇമെയിൽ സെർവർ സോഫ്റ്റ്വെയർ നിർമ്മിച്ചു, അതിൽ നിന്നുള്ള ലാഭം വെബ് NMS എന്ന പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീട് അതിൽ നിന്നുള്ള ലാഭമാണ് മാനേജ് എഞ്ചിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്നുമാണ് സോഹോയിലേക്ക് എത്തുന്നത്. ആദ്യം മുതൽ തന്നെ പുറത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്ററിനെയോ ലോണുകളെയോ അവർ ആശ്രയിച്ചിരുന്നില്ല. ബിസിനസ്സിൽ ഇത് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ബിസിനസ് മോഡൽ 2001 മാന്യ സമയത്ത് പിടിച്ചു നിൽക്കാൻ കമ്പനിയെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഇത്തരം സ്റ്റാർട്ടപ്പ് കമ്പനികൾ വെഞ്ചർ ക്യാപിറ്റൽ മോഡലിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേട്ടാൽ മനസ്സിലാവും, ഒരു ഇൻവെസ്റ്റർ അയാളുടെ പണം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഷെയർ അവർക്ക് സ്വന്തമായിട്ട് കിട്ടുന്നു. ഇതൊരു പക്ഷേ വലിയ കമ്പനികളായിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനി വളർന്നു കഴിഞ്ഞാൽ ഷെയറിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ലാഭവും വളരുന്നതാണ്. ഇനി കമ്പനി നല്ല രീതിയിൽ വളർന്നില്ലെങ്കിലോ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രഷർ കമ്പനിയുടെ മേലുണ്ടാവുന്നതുമാണ്. ചുരുക്കി പറഞ്ഞാൽ കമ്പനിയുടെ പൂർണ്ണ ഉടമസ്ഥത കമ്പനി നിർമ്മിച്ച ആളുകൾക്ക് ഉണ്ടാവില്ല. ഷെയറുകൾ വിറ്റുകൊണ്ടാണ് കമ്പനി ക്യാപിറ്റൽ സ്വീകരിക്കുന്നത്. ഇനി കമ്പനി ചിന്തിക്കുന്നത് പോലെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നിട്ടില്ല എങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഫണ്ടിങ് പിൻവലിക്കാനും കമ്പനി പൂട്ടിപ്പോവാനും അവിടെ ഒരു സാധ്യതയുണ്ട്. അതാണ് പല നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ടപ്പുകളുടെയും കേസിൽ അമേരിക്കയിൽ 2001 സംഭവിച്ചത്. ഇവിടെ നമ്മൾ നോക്കിയാൽ സോഹോ സ്വീകരിച്ചത് ബൂട്ട് സ്ട്രാപ്പിംഗ് മോഡൽ ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് അടക്കമുള്ള കാര്യത്തിൽ കമ്പനിയുടെ സ്ഥാപകർക്ക് തന്നെയായിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ ഓഹരികൾ കയ്യിലുള്ള അതേ സ്ഥാപകർക്ക് തന്നെയായിരിക്കും പൂർണ്ണമായിട്ടും നിയന്ത്രണം. മാത്രമല്ല വെഞ്ചർ ക്യാപിറ്റൽ മോഡലായിരുന്നുവെങ്കിൽ വലിയ തുക ലാഭവിഹിതമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയും വന്നേനെ. ഇത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ പണം മുടക്കാനുള്ള സാധ്യതയും കുറയ്ക്കുന്നതാണ്. ശ്രീധറിൻ്റെ അഭിപ്രായം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ കമ്പനിക്ക് അധിക കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഭാവിയെ മനസ്സിലാക്കി കൃത്യമായി റിസർച്ച് ചെയ്ത് പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പഴഞ്ചനായി പോവും, നമ്മുടെ ബിസിനസ് പുറന്തള്ളപ്പെടും. അതുകൊണ്ട് ലാഭമെല്ലാം അടിച്ചു പൊളിക്കാനോ ഇൻവെസ്റ്റേഴ്സിന് വീതിച്ചു കൊടുക്കാനോ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് നമുക്ക് പണം അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും കമ്പനിയുടെ പതനത്തിന് കാരണമായിട്ട് മാറുന്നതുമാണ്. എന്തായാലും ഭാവിയിലേക്കുള്ള മറ്റ് പ്രൊഡക്റ്റുകൾ കമ്പനി നിർമ്മിക്കുമ്പോൾ ധാരാളം എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യം വരുമല്ലോ. അതിന് ഇന്ത്യയിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യാമെന്ന ചിന്തയാണ് ആദ്യം ഇവർക്ക് വരുന്നത്. എന്നാൽ പലർക്കും തിയോററ്റിക്കൽ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുസ്തകം പഠിച്ച അറിവുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിന് സമയവും ചിലവും കൂടുതലാണ്. ഇതിനൊരു പരിഹാരമായിട്ട് 2005 സോഹോ ചെയ്യുന്നത് സോഹോ സ്കൂളുകൾ ആരംഭിക്കുക എന്ന കാര്യമായിരുന്നു. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും നൽകാത്ത പ്രാക്ടിക്കൽ അറിവുകളിൽ ഊന്നിയിട്ടുള്ള വിദ്യാഭ്യാസമാണ് അവിടെ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടുന്നത്. കൂടാതെ ചെറിയ സ്റ്റൈറ്റ്മെൻറ്റും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കിയിരുന്നു. ഈ സംഭവം കൊണ്ട് തന്നെ വലിയൊരു വർക്ക് ഫോഴ്സിനെ കണ്ടെത്താൻ സോഹോയ്ക്ക് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കൊട്ടാരക്കരയിലടക്കം സോഹോ AI-യും റോബോട്ടിക്സും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇൻഡസ്ട്രിയൽ പാർക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററും തുടങ്ങിയിട്ടുണ്ട്. വലിയ വാർത്തയായ കാര്യമാണ്. എന്തായാലും 2009 ആകുമ്പോഴേക്കും കമ്പനിയുടെ പേര് സോഹോ കോർപ്പറേഷനാക്കി മാറ്റുന്നുണ്ട്. 2024 വരെയുള്ള കണക്കുകൾ നമ്മൾ നോക്കിയാൽ $1.5 ബില്യൺ വരുമാനമുണ്ടാക്കുന്ന കമ്പനിയാണ് സോഹോ. ശ്രീധർ വെമ്പു ഇന്ന് $5.8 ബില്യൺ, അതായത് 50,000 കോടി രൂപയുടെ ആസ്തിയോടെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരിൽ 51ാം സ്ഥാനത്തും എത്തി നിൽക്കുകയാണ്. 2021 അദ്ദേഹത്തെ തേടി പത്മശ്രീ ബഹുമതിയും എത്തിയിട്ടുണ്ട്. മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഈ സോഹോയുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള സെയിൽസ് ഫോഴ്സിൻ്റെ CEO സോഹോ കമ്പനിയെ വിലയ്ക്ക് വാങ്ങാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. കാരണം സെയിൽസ് ഫോഴ്സ് കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന പ്രൊഡക്ട്സ് സോഹോ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ സോഹോ തങ്ങളെ പിന്നിലാക്കുമോ എന്നുള്ള ഭയമായിരിക്കണം സാസ് രംഗത്തെ വൻപന്മാരായ സെയിൽസ് ഫോഴ്സിനുണ്ടായ ഈയൊരു മനംമാറ്റം, അല്ലെങ്കിൽ ഈ ഒരു താല്പര്യത്തിൻ്റെ കാരണമെന്ന് നമുക്ക് കരുതാവുന്നതാണ്. പക്ഷേ ശ്രീധർ വെമ്പു ആ ഓഫർ നിരസിക്കാനുണ്ടായത്. സോഹോയുടെ ഈ കുറഞ്ഞ വില, കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ട് തന്നെ ആഫ്രിക്കൻ ടെക് കമ്പനികൾ ഗൂഗിൾ വർക്ക് സ്പേസിൽ നിന്ന് സോഹോയിലേക്ക് മാറുന്നു എന്നും വാർത്തകളുണ്ട്. UAE പോലുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും സോഹോ ഇപ്പോൾ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ്. 2024 UAEയിൽ മാത്രമായിട്ട് സോഹോയുടെ വരുമാനത്തിൽ 50% വർധനമുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത് UAEയിലെ ഉമ്മൽ കുവൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് സോഹോയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടതും വാർത്തയായിട്ടുണ്ട്. 2025 ജൂലൈയിൽ സൗദി ഫുട്ബോൾ ക്ലബ്ബായ അൽ ഖ്വാഡിഷിയ FC യുടെ സ്പോൺസർഷിപ്പ് അടക്കമുള്ള ടെക്നോളജി പാർട്ണർഷിപ്പും
സോഹോ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും അടക്കം സോഹോ ഇപ്പോൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. വളരെ കോസ്റ്റ് എഫക്റ്റീവായ ഗ്ലോബൽ ജയൻസിനോട് കിടപിടിക്കുന്ന ബിസിനസ് ക്ലൗഡ് സേവനങ്ങൾക്ക് നമുക്കും സോഹോ ശരിക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടേത് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ആയിക്കോട്ടെ, അതിനൊക്കെ ആവശ്യമുള്ള ടൂൾസ് അടങ്ങിയിട്ടുള്ള ക്ലൗഡ് സ്യൂട്ട് ആവശ്യമെങ്കിൽ ഗൂഗിളിനോടും ആമസോണിനോടും കിടപിടിക്കുന്ന ഇന്ത്യക്കാരൻ്റെ കമ്പനി നമുക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും എല്ലാവരും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി സോഹോ വർക്ക് പ്ലേസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ. താല്പര്യമുള്ളവർക്ക് അവരുടെ ഫ്രീ ട്രയലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിരാശപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. കുറഞ്ഞ തുകയ്ക്ക് ബിസിനസ് കൂടുതൽ പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ സോഹോ വളരെ ഉപകാരപ്രദമാണ്. എന്തായാലും നമ്മൾ ഇന്ന് പറഞ്ഞത് സോഹോയുടെ കഥയാണ്, ശ്രീധർ വെമ്പുവിൻ്റെ കഥയാണ്. അത് മാത്രമല്ല, നമ്മുടെ ബിസിനസ്സിന് ഉപകാരപ്രദമാകുന്ന അറിവുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഓരോ കഥകൾ മനസ്സിലാവുക. അതുകൊണ്ട് അത് കമൻറ്റിൽ എഴുതണം. കാരണം കൂടുതൽ ആളുകൾ വായിക്കുന്ന സമയത്ത് അവർക്കത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 1-2 സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, signing off.